ഇവിടെ എന്താ ഉണ്ടായ ആരോ പടക്കം പൊട്ടിച്ച്. നമസ്കാരം. ഇപ്പൊ നോമ്പിന്റെ ഒക്കെ സമയമാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഈ കോമ്പൗണ്ടിൽ, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ പുറകിലായിട്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, ഇവിടെ ദുബായിൽ ചില സ്ഥലത്ത് മറ്റേ പീരങ്കി എന്ന് പറയുന്നൊരു സാധനമായിരുന്നു, എക്സാക്റ്റ് നെയിമൊന്നും അറിയത്തില്ല. പീരങ്കി ഇങ്ങനെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പ് തുറന്നപ്പോൾ മുതലുള്ളതാണ്. നമ്മൾ വരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നില്ല. ഇന്നാണ് നടന്നത്. അപ്പോൾ നമ്മളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടുത്തെ ടോട്ടൽ 4 പാർക്കുണ്ട്. ആ ഒരു പാർക്കിൽ, മെയിൻ പാർക്കിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ മമ്മിയുമുണ്ട്. ഇത് കണ്ട് ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ട് ഫുള്ള് ക്ലോസ് ആണ്. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചേക്കാണ്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒരു 6:20 to 6:30 ആ ഒരു സമയത്താണ് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പാർക്ക്. നോക്കാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. മമ്മി, നോമ്പൊക്കെ അല്ലേ, എന്താണ് പറയുന്നത്? എന്ത് പറയാനാ, നോമ്പിനൊന്നും പറയാനില്ല. ഇപ്പം നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എപ്പോഴും നമ്മൾ റൂമിലിരിക്കുമ്പോൾ ഒരു 6:20 6:30 ആകുമ്പോഴത്തേനും ഇങ്ങനെ സൗണ്ട് കേൾക്കാം, വലിയ സൗണ്ട്. എന്നാന്ന് പിന്നെ മനസ്സിലായില്ല. പിന്നെ ഇവിടുത്തെ ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഇത് എവിടുന്ന സൗണ്ട് പെട്ടെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ബോംബ് പൊട്ടുന്ന പോലത്തെ സൗണ്ടായിരുന്നു. എവിടെയെങ്കിലും ബോംബ് ഇടുന്നതാണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഗ്രൂപ്പ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാര്യങ്ങൾ, ഇവിടെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന്. ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ എന്ത് കാര്യം നമ്മൾ ഗ്രൂപ്പ് വഴി അറിയും. ഇവിടെ ഗ്രൂപ്പുണ്ട്, കുറേ ഗ്രൂപ്പുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും ഗ്രൂപ്പ് വഴിയാണ് പുറത്ത് നടക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ അറിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആരും കാണാൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവരെന്തൊക്കെയോ കാലപുരുഷമായ ചർച്ചയിലാണ്. എന്താണാവോ ഇത്രമാത്രം ചർച്ച ചെയ്യാനുള്ളത്?
ഇവിടെ എന്താ ഉണ്ടായ? ആരാ പടക്കം പൊട്ടിച്ച്? എല്ലാവരും പുകപോയി. ചെവിന്റെ ഫിലമെന്റാണ് അടിച്ചു പോയത്. കാലൊക്കെ തയ്ച്ചു പോയി. അയ്യോ, പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് പൊട്ടിയത്. ശുഭം. നാളെ കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാലിനകത്ത് എന്തൊക്കെയോ പുകയൊക്കെ പോലെ. ചെവിയിൽ ആ പൊട്ടിച്ച് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. ആക്ച്വലി ചെവി പൊത്താൻ പോലും മറന്നു പോയി, പെട്ടെന്നായിരുന്നോണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചി? അടിപൊളി, അടിപൊളി, നല്ലതായിരുന്നു കേട്ടോ. നല്ല വിഷമം. നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിപ്പോയി പൊട്ടലും കഴിയലും എല്ലാം. നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു, എവിടെ നിന്ന് അവർ തിരിക്കുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും പൊട്ടിക്കൽ അവർ കഴിഞ്ഞും പോയി. രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. കയ്യിൽ സാധനങ്ങളുണ്ട്. ഞാനും അമ്മയും, ഒരു കൈ അമ്മയും ഒരു കൈ ഞാനും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബായ്. ഇനി നാളെ പുതിയൊരു അടുത്ത പ്രാവശ്യം ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. ബായ്.